അനുസരിച്ച് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം. നമ്മൾ ഒരിക്കലും റോ മെറ്റീരിയൽസ് ആവരുത്. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാവരുത്. ആ സാധനം എത്രത്തോളം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതായിട്ട് മാറാൻ ശ്രമിക്കുക. റോ മെറ്റീരിയൽസ് ആകരുത്. അത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്താണ് ബിസിനസ് ആയാലും, കാരണം നമ്മൾ വന്നിരിക്കുന്ന ഒരു അവസ്ഥയില്ല, നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. എനിക്ക് ബിസിനസ് ചെയ്യണം, ആ ബിസിനസ്സിലൂടെ എനിക്ക് ജയിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസിന്റെ ഇതിന് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിന് കിട്ടിയ റിസൾട്ട് മുഖാന്തരം വന്നവരുണ്ടാകാം. എക്സ്പീരിയൻസോ ഈ സിസ്റ്റത്തെ കുറിച്ചോ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് യാതൊരു അറിവില്ലാതെ വന്നിട്ട് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഇന്ന് ഈ വൈറ്റോറിയത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പം അതല്ല നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത്. സെയിൽസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് സ്റ്റോപ്പ് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ബിസിനസ്, അതായത് നെറ്റ്വർക്കർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് എടുക്കേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന മിടുക്കരായ ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊന്ന് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരെ നിലനിൽക്കുക. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ സെയിൽസ് മാത്രം ചെയ്താൽ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കില്ല. ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ഇട്ടിട്ട് പോകേണ്ടി വരും. അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിനോടും ഈ ഇൻഡസ്ട്രിയോടുള്ള നിങ്ങളുടെ വിശ്വാസമാണ് അവിടെ നശിച്ചു പോകുന്നത്. പിന്നീട് ഒരാൾ പോലും നിങ്ങളെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് വന്ന് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അതിന് മനസ്സുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ്? സെയിൽസ് അല്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, മിടുക്കരായ ആൾക്കാരെ, ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ടീമിൽ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്.